ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുക, സന്തോഷിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു സിമ്പിൾ പരിപാടി. എന്നാൽ നമ്മൾ ക്ലേയോ മുത്തോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. എന്നൊരു അടിപൊളി ചെറി ബ്ലോസംസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം അല്ലാതെ തന്നെ കാണുമ്പോൾ തന്നെ ഭംഗിയാണ്, പെയിൻറ്റിങ് പിക്ചേഴ്സൊക്കെ അടിപൊളിയാണ് ചെറി ബ്ലോസം. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് ട്രൈഡ് പിക്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ ബോട്ടിലെടുത്തിട്ടുണ്ട്. ഞാൻ മുകൾ ഭാഗം ഒന്ന് വൂളൻ ത്രെഡ് വെച്ച്, കറുത്ത വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറ്, അക്രിലിക് ബ്ലൂ കളറും പിന്നെ ലൈറ്റ് കളറാണ് ബ്ലൂ, പിന്നെ ഗ്രീൻ ലൈറ്റ് ഗ്രീനും ഞാൻ രണ്ട് ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. ഈ കളർ കോമ്പിനേഷൻ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു കളർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും എനിക്കൊന്ന് കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓണംശം കൊടുക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ നമ്മളിവിടെ മത്തൻ്റെ കുരുവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മത്തൻ്റെ കുരു ഇച്ചിരി പഴകിയ കുരു കേട്ടോ, അത് കുറേ നാളായി എൻ്റെ കയ്യിലിരിക്കണം. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ മത്തൻ്റെ കുരു മത്തനൊന്നും ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല, അടുത്തിടെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ മത്തങ്ങ വാങ്ങിക്കാത്തതുകൊണ്ട് നേരത്തെ എടുത്ത് വെച്ചാൽ നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, കളറൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, കുറച്ച് മങ്ങിയിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ വേറൊരു സാധനം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മതി കേട്ടോ, കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. അതിനോടൊപ്പം ഈ ഒരു സീഡ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മുടെ സൂര്യകാന്തിയുടെ സീഡാണ്. ഇത് ശരിക്കും എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ തത്തേനെ വളർത്തുന്നുണ്ട്. എൻ്റെ വീട്ടിലല്ല, എൻ്റെ അമ്മ തത്തേനെ വളർത്തുന്നുണ്ട്. അവിടെ എനിക്ക് 100 ഗ്രാമിന് 25 രൂപയും കണ്ട കേട്ടോ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ പാക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അത് വെച്ചിട്ടും ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷികൾക്ക് കൊടുക്കാൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയില്ല, അതുപോലെ പക്ഷികളെ കിട്ടുന്ന കട, അതായത് പെറ്റ്സിനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയിലൊക്കെ ഇത് വിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചെടിക്കടയിലും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ, സീഡ്സൊക്കെ വിൽക്കാൻ കിട്ടുന്ന കടയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തു. അതിലേക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു 5 ഇതളുള്ള ഒരു പൂവാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ വിരിഞ്ഞ് നിൽക്കണ പോലെ കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാക്ക് വള്ളി അല്ലെങ്കിൽ ചണച്ചരട്, ജൂട്ട് ത്രെഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് എടുത്തത്. ഇത് വളരെ കട്ടി കുറഞ്ഞതാണ്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ചാക്ക് ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ വൂളൻ ത്രെഡ്, അല്ലെങ്കിൽ ഈ നമ്മുടെ വൈറ്റ് ത്രെഡില്ല അതെടുക്കാം. ഇല്ലെങ്കിൽ പഴയ ചുള്ളിക്കമ്പ്, ഉണങ്ങിയ ചുള്ളിക്കമ്പ് ഉണ്ടെങ്കിൽ കട്ടി കുറഞ്ഞത് അത് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. വളരെ കട്ടി കുറഞ്ഞത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ചുള്ളിക്കമ്പ്, അതായത് കണ്ടോ ഇങ്ങനെ ശിഖരം ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ കളർ ഞാൻ കൊടുക്കണില്ല, ഈ ഒരു കളറാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കളർ ചെയ്യുന്നില്ല. പക്ഷേ പൂക്കൾക്ക് കളറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിവിടെ ഓരോ പൂക്കളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പൂക്കൾ ഉണ്ടാക്കുമ്പോൾ ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലൂഗണ്ണോ ഉപയോഗിക്കാം. ഫെവിക്കോൾ ഇത്തിരി ഉപയോഗിക്കുമ്പോൾ ഇത്തിരി പാടാണ് കേട്ടോ, അതുകൊണ്ട് അത് ഉപയോഗിക്കണമെന്നില്ല. അപ്പം ഞാനിത് 1 ഇതളും 2 ഇതളും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് കളർ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഇതിനൊന്ന് ഷൈനിങ് കിട്ടാൻ ഞാൻ വൈറ്റ് കളർ കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളർ കൊടുക്കുമ്പോൾ ഒരു എടുത്ത കളർ കിട്ടും. അപ്പോൾ അതിൻ്റെ വൈറ്റ് ഫുള്ളായിട്ട് കൊടുക്കുക. അപ്പോൾ വൈറ്റ് കളർ കൊടുത്തു. എന്നിട്ട് നമുക്ക് അടുത്തൊരു ചെറിയ പരിപാടിയുണ്ട്. ഒരു പിങ്ക് കളർ ഷെയ്ഡ് കൊടുക്കണം, എന്നാലല്ലേ ആ ചെറി ബ്ലോസംസിന് ഒരു പിങ്ക് വൈറ്റ് കളറാണല്ലോ, ഒരു പ്രത്യേക പിങ്കിഷ് കളറാണ്. അപ്പോൾ അത് വരുത്തണ്ടേ നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പിങ്ക് ബ്രഷിൽ ടച്ച് ചെയ്തിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ജസ്റ്റ് കൊടുക്കുക. ഇത്തിരി കട്ടി കൂട്ടി കൊടുക്കാം, പിന്നെ കട്ടി കുറച്ച് കൊടുക്കണം. അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കണ്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും, ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഇത്തിരി കട്ടി കൂട്ടിയിട്ട് സൈഡിലോട്ട് ജസ്റ്റ് കട്ടി കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൂര്യകാന്തിയുടെ കുരു ഉണ്ടല്ലോ, അതായത് സൺഫ്ലവർ സീഡ്, അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് സീഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ.
ഒരു 7-8 സീഡെങ്കിലും നമ്മൾ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ആയിട്ട് താഴത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ ചെയ്തെടുക്കണം അത്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് വേണ്ടത് വൂളൻ ത്രെഡ്, മഞ്ഞ കളറിലെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട്, പീസെന്ന് പറയുമ്പോൾ കുഞ്ഞു ആയിട്ട് അതിനെ അതായത് കട്ട് ചെയ്ത്, അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു പൂക്കളുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ഇച്ചിരി, അതായത് ഇച്ചിരി എന്ന് വെച്ചാൽ ഒരു തുള്ളി മതി കേട്ടോ. ഒരു കുഞ്ഞ് കത്രികയുടെ തുമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തുള്ളി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അത് ശരിക്കും ചെറി ബ്ലോസംസ് ഇല്ലേ, അത് കാണാൻ അത് എങ്ങനെയാണോ നിൽക്കണേ അതുപോലെ തോന്നിപ്പോവും നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ട്രൈഡ് പിക്സ് അയച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ സീഡ്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്യണം. കാരണം ഇതിൻ്റെ പൂപ്പിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്ത് പറയാറില്ല, അപ്പോൾ ചെയ്യുകയല്ല. അപ്പോൾ ഇത് ട്രൈഡ് പിക്സ് ഉണ്ട് നമ്മുടെ വീഡിയോയിൽ, കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.